ദൃശ്യം മണ്ണിറങ്ങിയതിനു ശേഷം കേരളത്തിൻ്റെ മണ്ണിൽ എത്രയെത്ര കൊലപാതകങ്ങൾ അതേ രീതിയിൽ അതേപോലെ തന്നെ കൊന്ന് കെട്ടിടങ്ങളുടെ അടിയിലും പണിയുന്ന വീടുകളുടെ അടിയിലും തറകളുടെ അടികളിലും ഫ്ലാറ്റിൻ്റെ അടികളിലുമൊക്കെ എത്ര ശവശരീരങ്ങളാണ് കൊന്ന് കുഴിച്ചു മൂടിയിട്ടുള്ളതെന്ന് കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെയൊക്കെ DGP ആയിരുന്ന വ്യക്തി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത്രയധികം കൊലപാതകങ്ങളാണ് അല്ലെങ്കിൽ ക്രിമിനൽ മൈൻഡ് സെറ്റുകളാണ് കേരളത്തിലുള്ള ആൾക്കാരിലേക്ക് ദൃശ്യം 1 എന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സിനിമ ദൃശ്യം 1 എന്ന് പറയുന്ന അത്തരത്തിലുള്ള ക്രിമിനലുകളെ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു സിനിമയുടെ സെക്കൻഡ് ഭാഗം കോവിഡ് കാലത്ത് ആരും തിയേറ്ററിലൊന്നും പോകാൻ പറ്റാതിരുന്ന കാലത്ത് അവർ എളുപ്പത്തിൽ അങ്ങ് ഇറക്കി വിട്ടു. അന്നായതുകൊണ്ട് ആര് പ്രതിഷേധങ്ങൾക്കോ കാര്യങ്ങൾക്കോ ഒന്നും പുറത്തേക്ക് ഇറങ്ങിയില്ല. കാരണം അത് OTTയിലായിരുന്നു റിലീസ്. ആ സിനിമ തന്നെ വളരെ വലിയൊരു പരാജയപ്പെട്ട സിനിമയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇനിയും ക്രിമിനലുകളെ കേരളത്തിൽ കൂട്ടുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെ കേരളത്തിലെ മണ്ണിലേക്ക് വീണ്ടും ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ ഇറക്കി വിടുന്നത്. ഇതിപ്പോഴാണ് കേരളത്തിലാണ് ആദ്യമായിട്ട് ഇത് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം ഇവർ തന്നെ ഈ ക്രിമിനൽ സ്വഭാവം കേരളത്തിൻ്റെ പുറത്തേക്കും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും വ്യാപിക്കട്ടെ എന്ന് കരുതി ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലുമൊക്കെ ഈ സിനിമയുടെ റീമേക്കുകൾ ഉണ്ടാകും. അങ്ങനെ ഇന്ത്യ മുഴുവൻ ക്രിമിനലുകളുടെ ഒരു കൂടാരവും കൊട്ടാരവുമാക്കി മാറ്റുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ ദൃശ്യം 3യുടെ ഷൂട്ടിംഗ് ഈ വരുന്ന ഒക്ടോബർ മാസം 2025 ഒക്ടോബറിൽ ആരംഭിക്കുവാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, എൻ്റെ അമ്മയുടെ ജിമിക്കിങ് കമ്മൽ എൻ്റെ അച്ഛൻ കട്ടുകൊണ്ട് പോയി, എൻ്റെ അച്ഛൻ്റെ ബ്രാൻഡി കുപ്പി എൻ്റെ അമ്മ അടിച്ചു മാറ്റി എന്ന് പറയുന്ന സംസ്കാരശൂന്യമായിട്ടുള്ള ഗാനങ്ങൾ മോഹൻലാലിൻ്റെ സിനിമകളിൽ ഇതിനു മുൻപും വന്നിട്ടുള്ള കാര്യം നമുക്കറിയാം. അത്തരത്തിലുള്ള ഗാനങ്ങൾക്കെതിരെ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാക്കൾ വരെ പല രീതിയിലും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്, പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയുമധികം ക്രിമിനലുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഹബ്ബായി കേരളത്തെ മാറ്റുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിൻ്റെ പേരിൽ കേരളത്തിൽ ഇറക്കുന്ന ദൃശ്യം പോലുള്ള പടങ്ങൾക്കെതിരെ എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ നിലപാടെടുക്കാത്തത്? രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ ഗുണ്ടകളെ വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതുപോലുള്ള സിനിമകൾ അവർ പ്രൊമോട്ട് ചെയ്യുമായിരിക്കും. പക്ഷേ കേരളത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള സാക്ഷരരായിട്ടുള്ള വിദ്യാഭ്യാസ സമ്പന്നമുള്ള ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കണം. നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് ഇതിൻ്റെ ഷൂട്ടിംഗ് തടയുവാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് ആരംഭിക്കേണ്ടത്. ഇനിയിപ്പോൾ ഒക്ടോബർ 25, 2025 എന്ന് പറയുന്നത് ഏകദേശം ഇന്നിപ്പം ജൂണായി. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 3 മാസം കൂടി നമ്മുടെ മുന്നിൽ കൃത്യമായിട്ട് പറഞ്ഞേ ഉള്ളൂ. ഈ 3 മാസങ്ങൾ നമുക്ക് ഈ സിനിമകൾക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾ തുടരുക. ഈ സിനിമ നിരോധിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയും കാര്യങ്ങളുമൊക്കെ ഉന്നയിച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതുക, പോസ്റ്റുകളിട്ട് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും നമ്മൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. ആ പ്രൊമോഷൻസ് കൊണ്ടും ആ ഒരു പോസ്റ്റുകൾ കൊണ്ടും ഇവർ ദൃശ്യം 3യുടെ ഷൂട്ടിങ്ങുമായിട്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ഉദ്ദേശമെങ്കിൽ നമ്മൾ മോഹൻലാലിൻ്റെയും ജിത്തു ജോസഫിൻ്റെയും ആൻ്റണി പെരുമ്പാവൂരിൻ്റെയും വീട്ടിൽ ഒരു സെപ്റ്റംബർ മാസമാകുമ്പോഴത്തേക്കും ധരണയിരിക്കുക, അവരെ വീടിൻ്റെ പുറത്തിറങ്ങാൻ അനുവദിക്കാതിരിക്കുക. അപ്പോൾ അവർ ഹെലികോപ്റ്ററിൽ കയറി വീണ്ടും വീടിൻ്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒക്ടോബർ മാസത്തിലാണല്ലോ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. ആ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലേക്ക് നമ്മൾ വലിയ ആൾക്കൂട്ടമായിട്ടെത്തുക. അവർക്കെതിരെയായിട്ടുള്ള സമരങ്ങൾ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തന്നെ തുടങ്ങണം. ആ ഷൂട്ടിങ്ങിന് പങ്കെടുക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളെയും ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെയുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. എന്തുകൊണ്ട് ഈ സിനിമ ഇനിയും കേരളത്തിൽ വരുവാൻ അനുവദിച്ചുകൂടാ എന്നുള്ള കാര്യം നമ്മൾ അവരെ വ്യക്തമായി പഠിപ്പിക്കുക. ഇപ്പോൾ തന്നെ അവരോട് നമുക്ക് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി സാധിക്കും. കേരളത്തിൽ പണി തീർന്ന വീടുകളുടെയും ഫ്ലാറ്റുകളുടെയും പല കടക്കെട്ടിടങ്ങളുടെയും ഒക്കെ തറമാന്തിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഡെഡ് ബോഡികളുടെ എണ്ണത്തിന് അല്ലെങ്കിൽ ശവശരീരങ്ങളുടെ എണ്ണത്തിന് കയ്യും കണക്കുമുണ്ടാകില്ല. ഇത്തരം ശവശരീരങ്ങളെ മണ്ണിനടിയിലാക്കിയതും ഇതുപോലെ തന്നെ എന്താണ് പറയുക, ഒരു പഴയ ഫോൺ മേടിച്ച് പണ്ട് ലോറിയിലിട്ട് ഫോണിൻ്റെ ലൊക്കേഷൻ കർണാടകയിലേക്കും ഗുജറാത്തിലേക്കും തൃശ്ശൂരിലേക്കുമൊക്കെ മാറ്റിയ ഇതുപോലുള്ള ബുദ്ധികൾ ഇനിയും ദൃശ്യം 3യിൽ പുതിയ ക്രിമിനൽ ബുദ്ധികളൊക്കെ ഇനിയും ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെ ഇനിയും പുതിയ ക്രിമിനൽ രീതികൾ കേരളത്തിൻ്റെ മണ്ണിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലുള്ള മലയാളികളുടെ മനസ്സിലേക്ക് ഇനിയും ദൃശ്യം 3യിലൂടെ പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ കൂടുമെന്ന കാര്യത്തിൽ ആർക്കാണ് സംശയമില്ലാത്തതുള്ളത്?
സോ ഗായ്സ്, നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് പോരാടാം. ഇനി ഇതുപോലുള്ളൊരു പടം കേരളത്തിൽ റിലീസ് ചെയ്യാൻ സമ്മതിക്കരുത്. എന്തിന്, ഷൂട്ടിംഗ് വരെ നമ്മൾ തടയണം. അത് കഴിഞ്ഞിട്ടല്ലേ റിലീസ് ഡേറ്റ് നമ്മൾ ആലോചിക്കുന്നത്. സോ ഷൂട്ടിംഗ് തടയുക. കാരണം ഇപ്പോൾ നമ്മൾ D3 അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ദൃശ്യം 3 അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഇനിയും ഇതുപോലിനേക്കാളും ഒരുപാട് ക്രിമിനൽ മൈൻഡ് സെറ്റുകളും ക്രിമിനൽ ആയിട്ടുള്ള ഐഡിയകളുമായിട്ട് അവർ ഇനി ദൃശ്യം 4 വരും, ദൃശ്യം 5 വരും. അവരങ്ങനെ കേരളത്തെ മുഴുവൻ ഒരു അധോലോകമാക്കി മാറ്റും, അല്ലെങ്കിൽ ഒരു ക്രിമിനലുകളുടെ ഒരു കൂടാരമാക്കി മാറ്റും. ഈ കേരളം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. അത് ചെകുത്താൻ്റെ സ്വന്തം നാടാക്കി, അല്ലെങ്കിൽ ക്രിമിനലുകളുടെ സ്വന്തം നാട് എന്ന് അറിയപ്പെടുവാൻ വേണ്ടിയിട്ട് ഇടവരുത്തരുത്. ഭാവി തലമുറ ഒരു പക്ഷേ കേരളത്തെ കാണുന്നത്, ഒരുപക്ഷെ അമേരിക്കയിലുള്ളവർ നാളെ കേരളത്തെ കാണുന്നത് എന്താണ് പറയേണ്ടത്, ഒരു തീവ്രവാദികളുടെ അല്ലെങ്കിൽ ഒരു കുറ്റവാളികളുടെ കേന്ദ്രം എന്നായിരിക്കും ഇനി അറിയപ്പെടാൻ പോകുന്നത്. സോ അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. നമ്മൾ ഒറ്റക്കെട്ടായി പോരാടണം. ദൃശ്യം 3യുടെ ഷൂട്ടിങ് നമ്മൾ നിർത്തിവെക്കണം, അല്ലെങ്കിൽ നിർത്തിവെക്കുവാൻ വേണ്ടിയിട്ട് അവരോട് നമ്മൾ മാക്സിമം നമ്മൾ ആവശ്യപ്പെടണം. ഈ പോരാട്ടത്തിൽ ഒരു പക്ഷേ നമ്മൾ മരണപ്പെട്ടേക്കാം. കാരണം നമ്മുടെ ഈ ഓപ്പോസിറ്റുള്ളവരെന്ന് പറയുന്നത് വലിയ അധോലോക ശക്തികളാണ്. പക്ഷേ അങ്ങനെ മരണപ്പെട്ടാലും നമ്മുടെ മരണവും ഗാന്ധിജിയുടെ മരണം പോലെ കാലാകാലങ്ങളായി ഓർമ്മിക്കപ്പെടുന്ന ഒരു കാര്യമായി ഇന്ത്യയിൽ നിലനിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.